ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മാമ്പഴം വെച്ചിട്ട് ഒരു സർബത്ത് പോലെയൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കസ്കസ് ആണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുതിർത്തിയെടുക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഈ കസ്കസ് നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു മാമ്പഴം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴം എടുക്കുകയാണെങ്കിൽ സർബത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് നന്നാരി സിറപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി പാൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നേരിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ മാമ്പഴം സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലും മാമ്പഴവും നന്നാരിയും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചൂടുകാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്